കുഞ്ഞനന്തനെ വിപ്ലവകാരിയാക്കി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നും കുഞ്ഞനന്തന് നീതി കിട്ടിയില്ലെന്നും ജയരാജൻ പറയുന്നു. കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു EP-യുടെ പ്രതികരണം. വർഗീയ ശക്തികൾ, മറ്റ് പിന്തിരിപ്പ് ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സഖാവ് കുഞ്ഞനന്തനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. നീതി ലഭിക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു. നീതിപീഠത്തിന്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ പീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്തനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിനിടയിൽ മാരകമായ രോഗം പിടിപെട്ടു. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ജയിലിനകത്ത് രോഗിയായി നിത്യരോഗിയായി സഖാവ് കുഞ്ഞനന്തൻ 2020 ജൂൺ 11 നമ്മെ വിട്ടുപിരിഞ്ഞു. ജീവിതാവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടി ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ച ഉത്തമനായ ആ വിപ്ലവകാരിയെ ഇന്ന് നമ്മൾ അഭിമാനപുരസ്സരം സ്മരിക്കുകയാണ്. മിഥുൻ പിള്ള ചേർന്ന വിവരങ്ങളുമായി. മിഥുൻ, കേരളം ഞെട്ടിയൊരു രാഷ്ട്രീയ കൊലപാതക കേസിൽ 13ാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തൻ അന്ന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാർട്ടി പദവികളിൽ നിന്ന് നീക്കാതെ CPM സംരക്ഷിച്ചത് അറിയാവുന്നതാണ്. അതിനെ പിൻപറ്റി ഇപ്പോഴും ആ നിലപാടിൽ മാറ്റമില്ല എന്ന് ആവർത്തിക്കുകയാണ് ജയരാജൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പാനൂരിലെ CPM നേതാവായിരുന്നു PK കുഞ്ഞനന്തൻ. കേസിലെ 13ാം പ്രതിയാണ് ഇയാൾ. TP കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും കോടതിയിൽ ഇത് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവപര്യന്തം ശിക്ഷ ഇയാൾക്ക് ലഭിക്കുകയും ചെയ്തത്. എന്നാൽ ആ സമയത്ത് തന്നെ ഇയാൾക്ക് വേണ്ടി പ്രതിരോധവുമായി CPM നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുന്നിൽ നിന്നിരുന്നു. PK കുഞ്ഞനന്തന്റെ 5ാം ചരമവാർഷിക ദിനത്തിലാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവനയുമായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. EP പറഞ്ഞിരിക്കുന്നത് PK കുഞ്ഞനന്തൻ വിപ്ലവകാരിയാണെന്നാണ്. മാത്രമല്ല, കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ജുഡീഷ്യറി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണെന്ന ഗുരുതരമായ ആരോപണം കൂടി EP ജയരാജൻ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യൻ ലഭിക്കേണ്ട നീതി തടവറയ്ക്കുള്ളിൽ കുഞ്ഞനന്തന് ലഭിച്ചില്ലെന്നും കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയാണെന്നുമാണ് EP-യുടെ വാക്കുകൾ. അതേസമയം ജുഡീഷ്യറിക്കെതിരെയുള്ള EP-യുടെ പ്രസ്താവന വലിയ വിവാദ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മറ്റ് രാഷ്ട്രീയ കൊലപാതക കേസിലും പ്രതിയായ ഏത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ CPM നേതൃത്വം എടുത്തിരുന്നതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. കാരണം ഈ PK കുഞ്ഞനന്തനെ കോടതി ശിക്ഷിച്ച ഘട്ടത്തിൽ പോലും പാനൂർ ഏരിയ കമ്മിറ്റിയിൽ ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പിന്തുണ നൽകിയൊരു പാർട്ടി കൂടിയാണ് CPM. അത്തരം അന്നെടുത്ത നടപടി നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസ്താവന വളരെ ചെറുതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും സംഭവം വലിയ വിവാദങ്ങൾക്ക് തിരിതെളിച്ചിട്ടുണ്ട് വീണ. ശരി മിഥുൻ.